ഹായ് നമസ്കാരം. ഇതേതാ സ്ഥലമെന്ന് മനസ്സിലായോ? ഒന്ന് സൂക്ഷിച്ച് നോക്കി. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ? പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി. വീണ്ടും ഒരു ട്രക്കിങ്ങിനായുള്ള യാത്രയിലാണ്. വയനാട്ടിലെ ചെമ്പ്ര പീക്കിന് മുകളിൽ ഹൃദയ തടാകം കാണാൻ. ദിവസം 200 പേർക്ക് മാത്രം പ്രവേശനമുള്ള ഈ സ്ഥലത്തേക്ക് എങ്ങനെ എത്താം, എന്തൊക്കെ കാണാം, ടിക്കറ്റ് ലഭിക്കാൻ എന്ത് ചെയ്യണം, എല്ലാം വിശദമായി പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ചുരം കയറി ഏറ്റവും മുകളിലെത്തിയുള്ള വ്യൂ പോയിൻ്റാണിത്. ചുരമിറങ്ങി വെയിൽ താഴെ എത്തിയിട്ടില്ലാത്തതിനാൽ താഴ്വാരത്തിലെ മഞ്ഞൻ പുതപ്പ് മാറിയിട്ടില്ല. താമരശ്ശേരി മുതൽ നമ്മൾ കയറി വന്ന വഴികളെല്ലാം താഴെ കാണാം. വ്യൂ പോയിന്റ് വരെ കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. ചുരം തീരുമ്പോൾ വയനാട് തുടങ്ങുകയായി. ഫോട്ടോ എടുത്തേ. വയനാടിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിച്ച ചങ്ങലമരം കാണാം. വൈത്തിരിയും കഴിഞ്ഞ് മേപ്പാടി ടൗൺ എത്തുന്നതിന് മുമ്പേ വലത്തേക്ക് തിരിഞ്ഞ് ചെമ്പ്ര പീക്കിലേക്കുള്ള റോഡിലേക്ക് കയറി. ഇവിടെ നിന്ന് ഇനിയും 7 കിലോമീറ്റർ ഉണ്ട്. തേയിലത്തോട്ടങ്ങൾക്കപ്പുറം ഉയർന്നു നിൽക്കുന്ന ചെമ്പ്ര മല ദൂരെ നിന്നേ കണ്ടു തുടങ്ങി. അത് ഒഴിച്ചിട്ട് അത് വരുന്ന ಓನರ್ ಬೇಡ ಗುರು, ಮನೆ ಒಳಗಡೆ ಇರೋರೆ ಬಂದು ಕೇಳ್ತಾ ಇಲ್ಲ ಅಂತಂದ್ರೆ ಎಂತ ಕಿತ್ತ ಸುಳೆ ಮಕ್ಳಿರ್ಬೋದು ಅನ್ನೋದು. അങ്ങനെ നമ്മൾ ചെമ്പ്ര പീക്ക് ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്. അവധി ദിവസങ്ങളിൽ ട്രക്കിങ്ങിന് ടിക്കറ്റ് ലഭിക്കാതെ മടങ്ങേണ്ടി വരുന്നവർ നിരവധിയാണ്. നമുക്കുള്ള ടിക്കറ്റ് കിട്ടി. അതൊക്കെ തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ കൂടി വണ്ടിയിൽ പോവാം. 200 പേർക്കാണ് ഒരു ദിവസം ചെമ്പ്ര പീക്കിലേക്ക് ട്രക്കിംഗ് അനുവദിക്കുക. രാവിലെ 7 മണി മുതൽ ഓപ്പൺ ആവും. ടിക്കറ്റിനുള്ള ടോക്കൺ രാവിലെ 5 മണിക്ക് തന്നെ കൊടുക്കും. ടോക്കൺ കിട്ടിയവർക്ക് മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ. അവധി ദിവസങ്ങളിൽ ടോക്കണായി അതിരാവിലെ വന്ന ആളുകൾ കാത്തു നിൽക്കും. എന്നിട്ടും പലർക്കും ടിക്കറ്റ് കിട്ടാതെ മടങ്ങേണ്ടി വരാറുണ്ട്. 12 മണി വരെ മാത്രമേ ട്രക്കിങ്ങിനായി കടത്തിവിടൂ. ടോക്കൺ ഉണ്ടെങ്കിലും 12 മണി കഴിഞ്ഞ് വന്നിട്ട് കാര്യമില്ല. ഇവിടെ വൈഡാക്കി കയറണേ. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ചായക്കടയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നേരം കിട്ടാതെ വരുന്നവർക്ക് ഇവിടെ നിന്നും നല്ല ചൂട് ദോശ കഴിക്കാം. ദൂരെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ മരങ്ങൾ അതിരിട്ട് നിൽക്കുന്ന ആ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ട്രക്കിംഗ് തുടങ്ങും മുമ്പുള്ള ചെക്കിംഗ് പോയിന്റിൽ ടിക്കറ്റ് കാണിച്ചിട്ടേ ഉള്ളിലേക്ക് കടത്തിവിടും.
തേയിലത്തോട്ടം കഴിഞ്ഞ് കാട് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു വാച്ച് ടവറുണ്ട്. ഇതിനരികിലുള്ള വഴിയിലൂടെയാണ് ട്രക്കിങ്ങിനുള്ള വഴി. ഇവിടെയും ടിക്കറ്റ് ചെക്ക് ചെയ്യും. ട്രക്കിങ്ങിന് ടിക്കറ്റ് കിട്ടാത്തവർക്ക് 20 രൂപ എൻട്രി ടിക്കറ്റ് കൊടുത്ത് ഈ വാച്ച് ടവർ വരെ വരാം. അതുകൊണ്ടാണ് ഇവിടെയും ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. മരങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെയാണ് ആദ്യ ഭാഗം. വാച്ച് ടവർ തൊട്ട് തന്നെ കയറ്റം തുടങ്ങുകയാണ്. കുറച്ചു ദൂരം കയറിക്കഴിഞ്ഞാൽ പുൽമേടെത്തും. ഏകദേശം 1 കിലോമീറ്റർ. പിന്നെ താഴെയുള്ള കാഴ്ചകളും കണ്ട് കാറ്റേറ്റ് കയറാം. മഴക്കാലത്ത് ട്രക്കിംഗ് വഴിയിലെല്ലാം വെള്ളം ഒഴുകുന്നുണ്ടാവും. എന്നാലും ക്ഷീണമില്ലാതെ നല്ല പച്ചപ്പിലൂടെ കയറാം. വേനൽക്കാലത്ത് പുല്ലെല്ലാം ഉണങ്ങി നിൽക്കുകയാവും. കാട്ടുതീയുടെ ഭീഷണിയില്ലെങ്കിൽ വേനൽക്കാലത്തും ചെമ്പ്ര പീക്കിലേക്ക് പ്രവേശനം അനുവദിക്കാറുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടുണ്ട്. ഒരു കഥ പറയട്ടെ. കഥയല്ല, ഐതിഹ്യമാണ്. വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ചുരത്തിൻ്റെ വഴികാട്ടിയായ കരിന്തണ്ടൻ്റെ കഥ. കാരിരുമ്പിൻ്റെ കരുത്തും കരിമ്പുലിയുടെ ശൗര്യവുമുണ്ടായിരുന്ന കരിന്തണ്ടനെ ചതിച്ചു കൊന്ന കഥ. ആദിവാസി സമുദായമായ പണിയരുടെ ഊരുമൂപ്പനായിരുന്നു കരിന്തണ്ടൻ. അക്കാലത്ത് വയനാട് പീഠഭൂമി ബ്രിട്ടീഷുകാർക്കൊരു ബാലികേറ മലയായിരുന്നു. താമരശ്ശേരിക്കപ്പുറം മാനം മുട്ടി നിൽക്കുന്ന മലകൾ കയറി കൊടുങ്കാട്ടിലൂടെ വയനാടിൻ്റെ മണ്ണിലേക്കെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവിടെ നിന്നും താഴെയുള്ള വ്യാപാരികളിലേക്ക് ആദിവാസികൾ വഴിയെത്തുന്ന സുഗന്ധവിളകൾ കൊണ്ട് മാത്രം അവർ വയനാടിനെ അറിഞ്ഞു. മലനിരകൾക്കപ്പുറത്തേക്ക് ഒരു വഴി കണ്ടുപിടിക്കാൻ വ്യാപാരികളെ കയ്യിലെടുത്ത് അവർ ഊരുമൂപ്പനായ കരിന്തണ്ടൻ്റെ സഹായം തേടി. കരിന്തണ്ടനെ കൊണ്ടേ അത് സാധിക്കൂ എന്നവർക്കറിയാമായിരുന്നു. കരിന്തണ്ടനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചെടുക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. തൻ്റെ കാട് തീണ്ടരുത് എന്ന വ്യവസ്ഥയിൽ കരിന്തണ്ടൻ സായിപ്പന്മാർക്ക് ചുരത്തിനു മുകളിലേക്ക് വഴി കാണിച്ചു. മുകളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ വിളനിലമായ വയനാടൻ മണ്ണ് കണ്ട് ബ്രിട്ടീഷുകാർക്ക് ആശമൂത്തു. കൂടാതെ തങ്ങളുടെ ശത്രുവായ ടിപ്പുവിൻ്റെ അധീശത്വത്തിലുള്ള സ്ഥലവും. താമരശ്ശേരിയിൽ നിന്നും കരിന്തണ്ടൻ കാണിച്ച വഴിയിലൂടെ ഒരു റോഡ് നിർമ്മിച്ചാൽ മലഞ്ചരക്കുകൾ അതുവഴി താഴെ എത്തിക്കുകയും ചെയ്യാം. ടിപ്പുവിനെതിരെയുള്ള പടനീക്കത്തിന് ഒരു കുറുക്കുവഴിയാവുകയും ചെയ്യും. എന്നാൽ കരിന്തണ്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് സാധ്യമല്ല. കായിക ബലം കൊണ്ടും വെടിയുണ്ടയേക്കാൾ വേഗതയേറിയ അയാളുടെ ചലനങ്ങൾ കൊണ്ടും അയാളെ കൊല്ലാനും എളുപ്പമല്ല. ബ്രിട്ടീഷുകാർ വ്യാപാരികളുടെ സഹായം തേടി. ഊരുമൂപ്പൻ്റെ അധികാര ചിഹ്നമായി ഒരു വള എപ്പോഴും കരിന്തണ്ടൻ്റെ വലങ്കൈയിലുണ്ടാവും. ഉറങ്ങുമ്പോൾ അഴിച്ചുവെക്കും. മല കയറി മുകളിലെത്തിയ ബ്രിട്ടീഷുകാർ ക്ഷീണം കാരണം തിരിച്ചിറക്കം അസാധ്യമാണെന്ന് കരിന്തണ്ടനെ ബോധ്യപ്പെടുത്തി രാത്രി കരിന്തണ്ടനോടൊപ്പം മലമുകളിൽ കൂടി. കരിന്തണ്ടൻ അറിയാതെ വള മോഷ്ടിച്ചു. ഉണർന്നെണീറ്റ കരിന്തണ്ടൻ വള കാണാതെ പരിഭ്രമിച്ചു. അത് നഷ്ടപ്പെടുത്തിയ ഊരുമൂപ്പൻ എന്ന രീതിയിൽ തനിക്കുണ്ടായേക്കാവുന്ന ദുരവസ്ഥയോർത്ത് ഭയപ്പെട്ടു. ഈ തക്കം മുതലാക്കി ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് അവർ വെട്ടിയ റോഡിൽ നിന്നും ചരക്കുമായി വരുന്ന കാളവണ്ടിയും കുതിരവണ്ടികളും കൊക്കയിലേക്ക് പതിക്കുന്നത് നിത്യസംഭവമായി. കരിന്തണ്ടൻ്റെ ആത്മാവാണ് ഇത് ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിച്ചു. അങ്ങനെ കരിന്തണ്ടൻ്റെ ആത്മാവിനെ പിടിച്ചു കെട്ടി എന്ന് വിശ്വസിക്കുന്ന ചങ്ങലമരമാണ് വരുന്ന വഴി നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു കുന്നുകൂടി കയറി മുകളിലെത്തി. താഴെ നിന്ന് നല്ല കാറ്റ് വീശി അടിക്കുന്നുണ്ട്. ഈ ചെറിയ കയറ്റം കൂടി കയറിയാൽ ഹൃദയ തടാകത്തിനടുത്തെത്തും. ഈ തടാകം കാണാനാണ് നമ്മൾ മലകൾ കയറി ഇവിടെ വരെ എത്തിയത്. ഹൃദയ സരസ് എന്നും വിളിക്കും. മേഘങ്ങൾ മുഖം നോക്കുന്ന വാൽക്കണ്ണാടി. തടാകത്തിൻ്റെ ചുറ്റും നടന്നു പോകാനുള്ളൊരു വഴിയുണ്ട്. അതിലൂടെ ഒന്ന് പോയി നോക്കാം.
ഇവിടെ താഴേക്ക് നല്ല വ്യൂ ആണ്. ഒരു വശത്ത് ഈ കാഴ്ചയും പിന്നിൽ ഉയർന്നു നിൽക്കുന്ന ചെമ്പ്ര മലയും. ശരിക്കും പിന്നിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആ മലയാണ് ചെമ്പ്ര പീക്ക്. മുൻപ് അവിടേക്ക് കയറാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. അതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹൃദയ തടാകം കൂടുതൽ സുന്ദരമായി തോന്നും. ഈ തടാകം കാണാനും ഈ പച്ചപ്പ് ആസ്വദിക്കാനും മഞ്ഞിൻ്റെ കുളിര് നുകരാനുമാണ് ഇവിടേക്ക് സഞ്ചാരികൾ വലിഞ്ഞു കയറി വരുന്നത്. ഇത്ര ചെറിയൊരു ട്രക്കിങ്ങിൽ ഇതെല്ലാം ഒറ്റയടിക്ക് കിട്ടുന്ന വേറൊരു സ്പോട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആകെ അപ്പ് ആൻഡ് ഡൗൺ 6 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ചെറിയൊരു ട്രക്കിംഗ് ആണ് ഇവിടേക്കുള്ളത്. മഴക്കാലം കഴിഞ്ഞ സമയം, അതായത് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് ഇവിടേക്ക് വരാൻ പറ്റിയ സമയം. പൊതുവെ അട്ടയുടെ ശല്യം ഇവിടെ അത്രയ്ക്കില്ല, എന്നാലും മഴക്കാലം കഴിഞ്ഞുള്ള അടുത്ത സമയങ്ങളിൽ അട്ട കാണും. വയനാട്ടിൽ ഇനിയും കാഴ്ചകൾ ഏറെയാണ്. തിരുനെല്ലിയിലെ ബ്രഹ്മഗിരി പീക്കിലേക്ക് ഇതുപോലെ നമ്മൾ നടത്തിയ ഒരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പണ്ടത്തെ പോലെയല്ല, വയനാട്ടിൽ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു വരികയാണ്. കൂടാതെ ഇത്തരം മനോഹരമായ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ നിയന്ത്രണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പോരാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം പോന്നോ, അല്ലെങ്കിൽ പണ്ട് അവിടെയൊക്കെ പോവാമായിരുന്നത്രേ എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് നോക്കി കാണേണ്ടി വരും. ചെമ്പ്ര കൊടുമുടിയിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു കാഴ്ചകളുമായി വീണ്ടും കാണാം.